അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, കടുത്ത പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നിരീക്ഷിച്ചാൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ, നമ്മുടെ നാടുകളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ മോശമായി വരുന്ന ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഏതെങ്കിലും ഒരു ഫിത്ന വന്നാൽ അതാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ കരുതും. എന്നാൽ പിന്നീടത് വിസ്മരിക്കപ്പെടും. തൊട്ടുടനെ തന്നെ അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ വരുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ മതരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അതേപോലെ തന്നെ ജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ മേഖലകളിലും കടുത്ത പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ വിശ്വാസികൾക്ക് അവർ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല, അവർ തോറ്റുപോകുവാൻ പാടില്ല. മറിച്ച് കൃത്യമായ ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടാകണം. ലോകത്ത് സംഭവിക്കുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ ധാരണ വിശ്വാസികൾക്കുണ്ടാകണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങളെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രവാചകൻ്റെ നുബുവ്വത്തിൽ, പ്രവാചകൻ്റെ പ്രവാചകത്വത്തിലുള്ള ആ ഒരു ഈമാൻ നമുക്ക് വർദ്ധിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ നമുക്ക് വർദ്ധിക്കുകയാണ് വേണ്ടത്. ഇസ്ലാം സത്യമാണ് എന്ന് കൂടുതൽ ശക്തിയോടുകൂടി നാം വിശ്വസിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ നാം എല്ലാവരും ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യസമയം വരികയില്ല. ഏതുവരെ? ഹത്താ യമുറ റജുലു ബിഖബ്രി റജുലി ഫയഖൂലു യാ ലൈതനി മക്കാനഹു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകും. അപ്പോൾ ആ വ്യക്തി പറയും, ഈ വ്യക്തി മരിച്ചു കിടക്കുന്ന സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അഥവാ ഈ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ, ഈ ഭൂമിക്ക് മേലെ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്ന് ഒരാൾ ശരിക്കും ആഗ്രഹിച്ചു പോവുകയും അപ്രകാരം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഭൂമിയിൽ മൊത്തത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലോ ഇതേപോലെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണത്തെ കൊതിക്കും. ഖബറിലുള്ള ആളുകളെ കണ്ടിട്ട് ആ ഖബറാളികളെപ്പോലെ ഞങ്ങളുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വരും എന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് നീങ്ങിപ്പോവുകയില്ല. ഹത്താ യമുറ റജുലു അലൽ ഖബ്രി ഫയതമറഗു അലൈഹി, ഒരു വ്യക്തി ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകും. എന്നിട്ട് അയാൾ ആ മണ്ണിൽ കിടക്കും. എന്നിട്ട് പറയും, യാ ലൈതനി കുൻതു മകാന സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിലുള്ള ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നയാൾ പറയും. വലൈസ ബിഹി ദീനു ഇല്ലൽ ബല, എന്നാൽ അങ്ങനെ മരണത്തെ കൊതിക്കുന്നത് ദീന് കാരണത്താലല്ല, അഥവാ എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വേഗം പോകണം, എനിക്ക് റബ്ബിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടല്ല അയാൾ മരണത്തെ കൊതിക്കുന്നത്. പിന്നെയോ ഇല്ലൽ ബല, കടുത്ത പരീക്ഷണം കൊണ്ട്. ഭൂമിക്ക് മേലെ ജീവിക്കുക എന്നുള്ളത് അസഹ്യമായി തീരുന്ന, ഭൂമിയുടെ മേലെയുള്ള ജീവിതത്തേക്കാൾ ഖബറിൽ പോവുക, ഭൂമിക്കടിയിലേക്ക് പോവുക എന്നതിനെ ആളുകൾ ആഗ്രഹിച്ചു പോവുകയാണ്. അതല്ലാതെ ദീനീബോധം കൊണ്ട് മരണത്തെ ആഗ്രഹിക്കുകയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആ വ്യക്തി പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്, യാ ലൈതനി മക്കാനഹു മാ ബിഹി ഹുബ്ബു ലിഖാഇല്ല, ഈ ഖബറിലുള്ള ആളെപ്പോലെ ഞാനായിരുന്നെങ്കിൽ, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന്
ആളുകൾ ആഗ്രഹിക്കും, അത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. മാ ബിഹി ഹുബ്ബു ലിഖാ ഇല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ഭൂമിക്ക് മേലെയുള്ള പരീക്ഷണങ്ങളുടെ ആധിക്യം കൊണ്ട്. മാത്രമല്ല, ഖബറിൽ പോയാലുള്ള അവസ്ഥ ആ വ്യക്തിക്കറിയാം, ബർസഖിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്കറിയാം, മരണാനന്തര ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ടും മരണത്തെ ആഗ്രഹിക്കുന്നത് ഭൂമിക്ക് മേലെയുള്ള ജീവിതം അത്രയും അസഹ്യമായി തീരുന്നത് കൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മത്തി സമാനുൻ, എൻ്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, യതമന്നൗന ഫീഹി ദജ്ജാൽ, അവർ ദജ്ജാൽ വരാൻ അവർ ആഗ്രഹിക്കുമെന്നാണ്. നമുക്കറിയാം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം വേറെ വരാനില്ല എന്നാണ്. എല്ലാ നബിമാരും താക്കീത് നൽകിയിട്ടുള്ള, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കടുത്ത പരീക്ഷണമാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. ദജ്ജാലിൻ്റെ പരീക്ഷണം വളരെ കടുത്തതാണ്, വളരെ വലുതാണ്. എന്നിട്ടും ആളുകൾ ദജ്ജാൽ വരാൻ ആഗ്രഹിക്കുമെന്നാണ്. ഖുൽതു യാ റസൂലല്ലാഹ്, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി മിമ്മ ദാക്, എന്തുകൊണ്ടായിരിക്കും ആളുകൾ ദജ്ജാൽ വരട്ടെ എന്നാഗ്രഹിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിമ്മ യൽഖൗന മിനൽ അനാഇ വൽ അനാ, കടുത്ത പരീക്ഷണങ്ങളും മനുഷ്യനെ മുഷിപ്പിച്ച് കളയുന്ന, പ്രയാസപ്പെടുത്തി കളയുന്ന ധാരാളക്കണക്കിന് പരീക്ഷണങ്ങൾ കാരണത്താൽ ദജ്ജാൽ വന്നാൽ പിന്നെ അത് ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ. അങ്ങനെയെങ്കിലും ഈ ലോകമൊന്ന് അവസാനിക്കട്ടെ എന്നുള്ള നിലക്കാണ് അവർ ദജ്ജാലിനെ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ദജ്ജാലിൽ നിന്ന് വല്ലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ദജ്ജാലിൻ്റെ ആളുകളായി തീരാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമല്ലോ. അതുകൊണ്ട് ദജ്ജാൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും. മരണത്തെ കൊതിച്ചതുപോലെ ലോകാവസാനത്തെയും കൊതിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രമാത്രം പരീക്ഷണങ്ങൾ ഭൂമിയിലുണ്ടാകുമെന്നാണ്. ഇതൊക്കെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയ, ഇത്തരം ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു കാര്യമെന്നുള്ളത്, ഇത് ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ സംഭവിക്കണമെന്നില്ല. ഈ കടുത്ത പരീക്ഷണങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങളിലാകാം, ഏതെങ്കിലും പ്രദേശങ്ങളിലാകാം. ഒരു രാജ്യത്തിലെ തന്നെ ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടാകും, മറ്റൊരു നാട്ടിൽ അപ്രകാരം ഉണ്ടാവില്ല. പക്ഷേ മൊത്തത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് ഏതെങ്കിലും രാജ്യക്കാരോ നാട്ടുകാരോ ജീവിതത്തേക്കാൾ കൂടുതൽ മരണത്തെ കൊതിച്ചു പോകുന്ന അവസ്ഥ സംജാതമാവുക. ഇത്തരം സാഹചര്യങ്ങൾ ഇനി അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ധാരാളം നാടുകളിൽ സംഭവിച്ച കടുത്ത പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിതത്തേക്കാൾ മരണത്തെ കൊതിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, വ്യത്യസ്ത നാടുകളിൽ. എന്നാൽ അതേ സന്ദർഭത്തിൽ മറ്റു നാടുകളിൽ ആ കാലഘട്ടത്തിൽ സമാധാനപരമായ ജീവിതമുണ്ടാകും. അതിനുശേഷം പിന്നീടും വർഷങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന നാടുകളുണ്ട്. കടുത്ത പരീക്ഷണങ്ങൾ, യുദ്ധക്കെടുതികൾ, അന്യായങ്ങൾ, അക്രമങ്ങൾ, അനീതി, വർഗീയത, നാടുകടത്തൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ വ്യത്യസ്ത നാടുകളിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കണം. അള്ളാഹു പറഞ്ഞത് സത്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു യഖീൻ, ആ ഈമാനിലുള്ള ഒരു വർധനവ്, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തൈന അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അവർ ചെന്നു. എന്തിനാണ് ചെന്നത്? ഫശകൗന ഇലാ മാ നൽഖാ മിനൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കടുത്ത അക്രമവും അനീതിയും അത് അസഹനീയമായപ്പോൾ ആ വിഷയത്തിൽ അവർ ആവലാതി പറയാൻ വേണ്ടി മഹാനായ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അവർ ചെന്നതാണ്. അപ്പോൾ അദ്ദേഹം അവർക്ക് നൽകിയ മറുപടി ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക എന്നാണ്. ഇതന്ന് പറഞ്ഞതാണ്.
സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. കടുത്ത വളരെ മോശമായി ജനങ്ങളോട് പെരുമാറിയ ഭരണാധികാരികൾ അന്നുമുണ്ടായിട്ടുണ്ട്. അന്യായമായ ആളുകളെ കൊല്ലുന്ന ഭരണാധികാരികൾ അന്നുമുണ്ടായിട്ടുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇസ്ബിറു, ക്ഷമിക്കുക. കാരണം ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറും മിൻഹു. നിങ്ങൾക്ക് ഏതൊരു കാലഘട്ടം വന്നാലും അതിനുശേഷം വരുന്ന വർഷം ആദ്യമുള്ളതിനേക്കാൾ മോശമായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും മൊത്തത്തിൽ ഷെറുകളുടെ വർധനവുണ്ടാകും. ഏതെങ്കിലും ചില പ്രത്യേക നാടുകളിലോ പ്രദേശങ്ങളിലോ വ്യക്തികളിലോ ഒരുപക്ഷെ നല്ല അവസ്ഥകളുണ്ടാകാം. അതിന് ഈ പറഞ്ഞ ഹദീസ് തടസ്സമല്ല. കാരണം മോശമായ ഒരു നാട് പിന്നീട് നല്ല നാടായി മാറിയേക്കാം, മോശമായ ഒരു വ്യക്തി നല്ല വ്യക്തിയായി മാറിയേക്കാം. അപ്രകാരം ഒറ്റപ്പെട്ട രൂപത്തിൽ സംഭവിക്കുന്നതിന് ഇത് തടസ്സമല്ല. എന്നാൽ മൊത്തത്തിൽ ലോകം പരിശോധിച്ചാൽ അത് കൂടുതൽ ഷെറിൽ നിന്ന് ഷെറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തന്നെയായിരിക്കും. ലോകം കൂടുതൽ മോശമാകുന്ന അവസ്ഥയിലേക്കാണ് പോവുക. ഇത് സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബി പറഞ്ഞതായി ഞാൻ കേട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ ലോകത്തിൻ്റെ അവസ്ഥ മോശമായ അവസ്ഥയിൽ നിന്ന് മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പിന്നീട് വലിയ ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങൾ വരുന്നത്. ചെറിയ അടയാളങ്ങളിലൂടെ പിന്നീട് വലിയ അടയാളങ്ങളിലേക്കും അവസാനം ലോകാവസാനവും സംഭവിക്കുക. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ക്ഷമിക്കുക. എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങളുണ്ടാകും, ക്ഷമിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബികളും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യഅലമുഹു ലഹും വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, എല്ലാ നബിമാരും, എനിക്ക് മുമ്പ് കടന്നു വന്ന എല്ലാ നബിമാരും ആ ഉമ്മത്തിന് ഏതെല്ലാം വിഷയങ്ങളിലാണോ ഖൈറുള്ളത് ആ ഖൈർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം വിഷയങ്ങളിലാണോ ഷർറുള്ളത് ആ ഷർറിനെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ വസയുസീബു ആഖിറഹാ ബലാഉൻ വ ഉമൂറുൻ തുൻകിറൂനഹാ. സൗഖ്യവും സമാധാനവും ഒക്കെ ഈ ഉമ്മത്തിലെ ആദ്യ തലമുറക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നീട് വരുന്ന ആളുകളിൽ കടുത്ത പരീക്ഷണങ്ങളുണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. വതജീഉ ഫിത്ന ഫയുറഖിഖു ബഅദുഹാ ബഅദാ. അവിടെ കടുത്ത പരീക്ഷണങ്ങൾ വരും, അതിൽ ഒന്ന് മറ്റൊന്നിനെ നിസ്സാരമാക്കും. നമുക്ക് തന്നെ ഇന്നറിയാം, ഒരു വാർത്ത അത് ചാനലിൽ നിറഞ്ഞു നിൽക്കും. നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണോ വലിയ കാര്യം, ഇതൊരുപാട് ദിവസം നീണ്ടു നിൽക്കുമെന്ന്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ഫിത്ന വരും, അത് ഇതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഇന്നലെ വരെ ചാനലുകളിൽ ചർച്ച ചെയ്തത് ഇന്നൊരു വിഷയമേ അല്ലാതെയായി മാറുകയാണ്. അതേപോലെ ദുനിയാവിൻ്റെ ഓരോ വിഷയങ്ങളിലും ഇതേപോലുള്ള പരീക്ഷണങ്ങൾ വരും. അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ ലഘുവാക്കി തീർക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷണവും ആദ്യമുള്ളതിനേക്കാൾ കടുത്തതായിരിക്കും. വതജീഉൽ ഫിത്ന ഫയഖൂലുൽ മുഅ്മിൻ ഹാദിഹി മുഹ്ലികതി സുമ്മ തൻകശിഫു വതജീഉൽ ഫിത്ന ഫയഖൂലുൽ മുഅ്മിൻ ഹാദിഹി. ഒരു പരീക്ഷണം വരുമ്പോൾ വിശ്വാസികൾ പറയും, ഇത് എന്നെ നശിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ്, ഇനി ഇതിനേക്കാൾ വലുത് വരാനില്ല എന്ന്. എന്നാൽ അത് കഴിഞ്ഞ് തൊട്ടുടനെ മറ്റൊന്ന് വരുമ്പോൾ പറയും, ഇന്നലെ പറഞ്ഞതല്ല, ഇതാണ് കടുത്ത പരീക്ഷണം എന്ന് പറയും. പിന്നീട് അതിന് ശേഷം മറ്റൊന്ന് വന്നാൽ പറയും, ഇന്നലെയും മെനിയാന്നും പറഞ്ഞതല്ല, മറിച്ച് ഇന്നത്തെ പരീക്ഷണമാണ് കടുത്ത പരീക്ഷണം. ഇങ്ങനെ ഓരോ ദിവസത്തെ പരീക്ഷണം കാണുമ്പോഴും പഴയതൊന്നുമല്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ആവലാതിയും വേവലാതിയും സങ്കടവും ബേജാറുമായി കഴിഞ്ഞുകൂടുകയാണോ വേണ്ടത്? ഇബാദത്തുകളിൽ നിന്നും മറ്റു സൽക്കർമ്മങ്ങളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയാണോ വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്തം, കുടുംബപരമായ ഉത്തരവാദിത്തം, സാമൂഹികമായ ഉത്തരവാദിത്തം, രാഷ്ട്രീയമായ ഉത്തരവാദിത്തം, ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുകയാണോ വേണ്ടത്? അല്ല, മറിച്ച് നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാർ വയുദ്ഖലൽ ജന്ന.
നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണല്ലോ ആത്യന്തികമായ ലക്ഷ്യം. ഈ ദുനിയാവിൽ ആർക്കും സ്ഥിരവാസമില്ല. എത്ര പരീക്ഷണങ്ങൾ വന്നാലും ശരി, പരീക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ശരി, നമ്മൾ ഒരു നാൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവേണ്ടവരാണ്, വിട പറയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്യന്തികമായി രക്ഷപ്പെടേണ്ടത് നരകത്തിൽ നിന്നാണ്. സ്വർഗത്തിലേക്കാണ് നമുക്ക് പ്രവേശനം ലഭിക്കേണ്ടത്. അതാണ് വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചു. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരായിരിക്കെ മരണം അവരെ പിടികൂടട്ടെ. വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅത ഇലൈഹി. അതേപോലെ തന്നെ ജനങ്ങൾ തന്നോട് എപ്രകാരം പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തിരിച്ച് ജനങ്ങളോടും അവർ പെരുമാറട്ടെ. നോക്കൂ, 2 ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന്, സ്രഷ്ടാവായ അള്ളാഹുവിനോടുള്ള ഹക്ക് നിറവേറ്റുക, അതാണ് തൗഹീദ്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണെന്ന് താങ്കൾക്കറിയാമോ? നേരെ തിരിച്ചും ലഭിക്കേണ്ടുന്ന അവകാശം എന്താണെന്ന് അറിയാമോ? എന്നിട്ട് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശത്തെക്കുറിച്ച് പറഞ്ഞത് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യട്ടെ, അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ കടുത്തതായിരിക്കും, ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പക്ഷേ നാം ചെയ്യേണ്ടത് എന്താണ്? തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും ആളുകൾ തലതിരിഞ്ഞ രൂപത്തിലാണ് വിഷയത്തെ മനസ്സിലാക്കുന്നത്. കടുത്ത പരീക്ഷണങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ നാം തൗഹീദിനെക്കുറിച്ച് സംസാരിക്കണമോ? തൗഹീദും ശിർക്കും തലനാരിയ കീറി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? തൗഹീദിൻ്റെ പ്രബോധനമൊക്കെ നിർവഹിച്ചാൽ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കത് നമ്മളോടൊരു പിണക്കമാവില്ലേ? ഇവിടെ വലിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, ഫാസിസമുണ്ട്, ശത്രുക്കളുണ്ട്, അവർക്കെതിരെ നമുക്കൊന്നായി പ്രവർത്തിക്കണം. അതുകൊണ്ട് ഷിർക്ക്, ബിദാത്ത്, ഖുറാഫാത്തുകളൊക്കെ തൽക്കാലം നമ്മൾ അവഗണിച്ച് നമുക്കെല്ലാവർക്കും കൂടി ഒന്നായി ഫിത്നയെ പ്രതിരോധിക്കാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും സംഭവിക്കുമെന്ന് ഖദറാക്കിയ ഒരു വിഷയത്തെ സഹോദരങ്ങളെ നാം വിചാരിച്ചാൽ അതിനെ നമുക്ക് തടയാൻ സാധിക്കുമോ? ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരുമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ പരീക്ഷണങ്ങൾ കടുത്തുകൊണ്ടേയിരിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന കാര്യമാണ്. അതൊരിക്കലും ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആത്യന്തികമായി നമുക്ക് രക്ഷപ്പെടേണ്ടത് ഈ ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്നല്ല, നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. ആത്യന്തികമായി നമുക്ക് പ്രവേശിക്കാനുള്ളത് ഇവിടെ ഒരു സ്വർഗലോകം പണിത് ഇവിടെ തന്നെ ജീവിക്കുക എന്നുള്ളതല്ല, അത് സാധ്യമല്ല. പരലോകത്തെ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അതിനെന്ത് വേണം? മരണം നിങ്ങളെ പിടികൂടുന്ന സന്ദർഭത്തിൽ, അതാണ് ഫൽതഅതിഹി മനിയതുഹു. നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുമ്പോൾ എങ്ങനെയായിരിക്കണം? വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും ശരിയായ വിശ്വാസമുള്ള, ഈമാനുള്ള, ഈമാൻ കാര്യങ്ങളെല്ലാം ഇതിൽപ്പെട്ടു. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നതിൽ എല്ലാ ഈമാൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്രകാരം വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ടും മതപരമായി അനുഷ്ഠിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളെല്ലാം വീഴ്ച വരുത്താതെ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ജനങ്ങളോടുള്ള ബാധ്യതയാണ്. അതാണ് വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅത ഇലൈഹി. ജനങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക. പരീക്ഷണ കാലഘട്ടമാണെങ്കിലും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അയൽവാസികളോടും നാട്ടുകാരോടും ഭരണാധികാരികളോടും പ്രജകളോടുമെല്ലാമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അവരോടുള്ള നസീഹത്ത് നിലനിർത്തുക. എങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലാ യഅതീഹിം അംറുൻ യദിജൂന മിൻഹു ഇല്ലാ അർദഫഹും അംറുൻ യുശ്ഗിലുഹും അൻഹു. ഒരു പരീക്ഷണം, ഒരു കാര്യം അവരിലേക്ക് വരും. അവർ ആ പരീക്ഷണത്തിൻ്റെ കാഠിന്യത്താൽ അവർ അട്ടഹസിക്കും. ഇതാണ് വമ്പിച്ച പരീക്ഷണമെന്ന് പറയും. എന്നാൽ
ഇല്ലാ അർദഫഹും അംറുൻ യുശ്ഗിലുഹും അൻഹു. മറ്റൊരു കാര്യം വരും, ആദ്യം പറഞ്ഞ പരീക്ഷണത്തിൽ നിന്ന് അവർ ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. അത് അവഗണിക്കപ്പെടും, രണ്ടാമത്തതിലേക്ക് ശ്രദ്ധ വരും. പിന്നെ വേറൊന്ന് വരുമ്പോൾ മറ്റൊന്നിലേക്ക്, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് മതത്തെ മുറുകെ പിടിക്കലാണ്, തൗഹീദിനെ മുറുകെ പിടിക്കലാണ്, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്, സുന്നത്തിലേക്ക് ക്ഷണിക്കലാണ്. നാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക, അതിന് വിഘാതമുണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെതിരിൽ പോരാടുക, അങ്ങനെ ഈ ഭൂമിയിലെ സേഫ്റ്റി, ഇവിടുത്തെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തലാണ് മുഖ്യ ഘടകം. അവിടെ മതപരമായ വിഷയങ്ങൾക്ക് കോട്ടം തട്ടിയാലും കുഴപ്പമില്ല, വിശ്വാസകാര്യങ്ങൾക്കും കർമ്മ മേഖലകളിലുമൊക്കെ അതിനൊക്കെ തൽക്കാലം മാറ്റിവെച്ചാലും പ്രശ്നമില്ല. നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് ഇവിടെയുള്ള പരീക്ഷണങ്ങളെല്ലാം ഇല്ലാതെയാക്കി സമാധാനമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് എന്ന് ആളുകൾ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഷിർക്കിനെ അവർ ഗൗരവത്തിൽ കാണാത്തത്, ബിദ്അത്തുകളെ അവർക്ക് ഗൗരവത്തിൽ കാണാൻ കഴിയുന്നില്ല, ഇവിടെ നടക്കുന്ന അനാശാസ പ്രവണതകളെ ഗൗരവത്തിൽ കാണാൻ കഴിയുന്നില്ല, അസാംസ്കാരിക പ്രവണതകളെ അവർക്ക് ഗൗരവത്തിൽ കാണാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രശ്നം എന്നുള്ളത് ഭൗതികമായി മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവരിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടണം, ശാന്തി കിട്ടണം, ഇതാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അഥവാ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ അവർ മറന്നുപോയി. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് മരണാനന്തര ജീവിതത്തിലേക്കാണ് എന്നും അവിടുത്തെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ, അവിടുത്തെ ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു പറഞ്ഞതനുസരിച്ച്, തൗഹീദ് അനുസരിച്ച്, ഖുർആനിലുള്ളതനുസരിച്ച്, ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കലാണ് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ യാഥാർത്ഥ്യം ആളുകൾ മറന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദുനിയാവിലെ പരീക്ഷണങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടരുത് എന്നല്ല, ഏർപ്പെടണം. പക്ഷേ അതിൻ്റെ കൂടെ ഒരിക്കലും മതത്തെ അവഗണിക്കാൻ പാടില്ല. എത്ര പരീക്ഷണങ്ങളുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാനും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയാണ് വേണ്ടത്, തൗഹീദിലും സുന്നത്തിലും മുന്നേറുകയാണ് വേണ്ടത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാദിറു ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ വന്നു പതിക്കുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി ഫിത്നകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. പ്രഭാതത്തിൽ വിശ്വാസിയായ ഒരാൾ വൈകുന്നേരമാകുമ്പോഴേക്ക് അവിശ്വാസിയായി തീരുന്ന, മുർത്തദ്ദുകൾ വർദ്ധിക്കുന്ന, മതനിരാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വരും. അതേപോലെ തന്നെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി ആദർശത്തെ കൈയൊഴിയുന്ന, ഇസ്ലാമിനെ കൈയൊഴിയുന്ന ആളുകളെല്ലാം കടന്നു വരും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയാണ് വേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നാം പ്രാവർത്തികമാക്കുക. തൗഹീദിൽ യാതൊരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുക. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥന, വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ. നിന്റെ അടിമകളിൽ നീ പരീക്ഷണം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പരീക്ഷണത്തിൽ അകപ്പെടാതെ നീ എന്നെ മരിപ്പിക്കണമേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അങ്ങനെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന, ഇവിടെ ഉദ്ദേശിച്ച ഫിത്ന എന്ന് പറയുന്നത് ദീനിൽ നിന്ന് തന്നെ, മതത്തിൽ നിന്ന് തന്നെ തെറ്റിച്ച് കളയുന്ന ഫിത്നയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മതത്തിലുണ്ടാകുന്ന ഫിത്നയാണ്. നമ്മുടെ ആദർശത്തിൽ വെള്ളം ചേർക്കപ്പെടുക, തൗഹീദിൽ ശിർക്ക് കലരുക, സുന്നത്തിൽ ബിദ്അത്ത് കലരുക, ഹറാമ് ഹലാലുകൾ പരിഗണിക്കാത്തൊരവസ്ഥ വരിക. ഇങ്ങനെ മതത്തിൻ്റെ വിഷയത്തിൽ ഫിത്നയിൽ അകപ്പെട്ട് മതത്തെ നിസ്സാരമായി കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും വലിയ ഫിത്ന. എന്നാൽ മതത്തിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച കാണിക്കാത്ത ഒരാൾക്ക് ഭൗതികമായ എന്തെല്ലാം പരീക്ഷണം വന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ല. അത്തരം പരീക്ഷണങ്ങളൊക്കെ അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് ദീനിനെ മാറ്റിവെക്കുക, തൗഹീദിനെ മാറ്റിവെക്കുക,
സുന്നത്തിനെ മാറ്റിവെക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും കടുത്ത പരീക്ഷണം. അങ്ങനെ വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മതത്തെ, സഹോദരങ്ങളെ, ഒരു പരീക്ഷണവും നമ്മുടെ മതത്തെ ബാധിക്കരുത്. നമ്മുടെ തൗഹീദിനെ, സുന്നത്തിനെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരങ്ങളെ ഒരിക്കലും അത് ബാധിക്കാൻ പാടില്ല. ബാധിച്ചാൽ നമ്മൾ തോറ്റുപോയി. ഈ ജീവിതം എന്തിനാണ്? ഈ ജീവിതം അള്ളാഹു ഒരു പരീക്ഷണാർത്ഥം നൽകിയതാണ്. ഈ കടുത്ത പരീക്ഷണങ്ങളൊക്കെ എന്തിനാണ്? നമ്മൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. എന്നാൽ അതേ പരീക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ദീനിൽ നിന്ന് അകന്നുപോയാൽ പിന്നെ അതിലെന്തർത്ഥമാണുള്ളത് എന്ന് സഹോദരങ്ങളെ ആലോചിക്കുക. അതുകൊണ്ട് ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് മതത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് സത്യവിശ്വാസികൾക്കും അപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം മതം കൈയൊഴിയുക എന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദീനിനൊരിക്കലും കൈയൊഴിയാതിരിക്കുക. ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരും. മരണത്തെയും ദജ്ജാലിനെയും വരെ കൊതിച്ചു പോകുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നേക്കാം. അവിടെ ക്ഷമിക്കുക, മതത്തിൽ നിന്നൊരിക്കലും തെറ്റാതിരിക്കുക. അങ്ങനെ തെറ്റിപ്പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിനോട് കാവൽ തേടുക. അത്തരം ഫിത്നയിൽ അകപ്പെടാതെ മരിപ്പിക്കുവാൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.